വയനാട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ കൽപ്പറ്റ ഒരു നല്ല ഹോട്ടലുണ്ട്, അപ്പോൾ നേരെ അവിടെ കയറി. രാവിലെ നേരത്തെ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്, അതുകൊണ്ട് ഒന്നും കഴിച്ചില്ല. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കട്ട വെയിറ്റിംഗിലാട്ടോ. ഈ ഇടയായിട്ട് അമ്മൂസ് പറയുന്നുണ്ടായിരുന്നു നൂഡിൽസ് കഴിക്കണമെന്ന്. അങ്ങനെ അവൾ ഓർഡർ ചെയ്തതാ നൂഡിൽസ് തന്നെ കേട്ടോ. അതിനിടയ്ക്ക് ഞാനും അതൊന്ന് ട്രൈ നോക്കി, കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബിരിയാണി ആയിരുന്നു. ഇതിന് മുമ്പ് ഞാൻ ഇവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ട് ഇത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാനും അമ്മൂസതാ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്രാവശ്യം നമ്മൾ ഇറങ്ങുന്നത് തമിഴ്നാട് വഴിയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നമ്മുടെ വീട് പണി നടക്കുന്ന സ്ഥലത്തൊന്ന് പോകണം, കാരണം വാർപ്പിന് പോയതാ, പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടേ ഇല്ല കേട്ടോ. വയനാട്ടിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ വീട് പണി നടക്കുന്നിടത്തേക്ക് നമുക്ക് ഏറ്റവും സുഖത തമിഴ്നാട് വഴി കയറി നേരെ വഴിക്കടവ് ചുരം ഇറങ്ങി ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. അല്ലെങ്കിൽ ഇതിൽ യാത്ര ചെയ്യാൻ നല്ല രസാട്ടോ, കാരണം അധികം വണ്ടികൾ ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കതാ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മുന്നിലെ വണ്ടികളൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റാത്ത അത്രയും മഞ്ഞായിരുന്നു കേട്ടോ. ഇപ്പൊ തന്നെ നോക്കിയാൽ കാണാം മുന്നിൽ ഒരു ഷിഫ്റ്റ് പോകുന്നുണ്ട്, നിങ്ങൾക്ക് അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് കോടമഞ്ഞെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോഴാണ് ഞങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അത് വേറെ ഒന്നുമല്ല, നാട് കാണിച്ചോരത്തിൽ പല ഭാഗങ്ങളിൽ ഇതുപോലെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിക്കുക.